ആ തട്ടി തന്നെ ഓർമ്മയില്ല. ആ ഒന്നു ചട്ടക്കാരൊന്നും വേണ്ടിയില്ല. അളിയനെ ആനെ കൊല്ലുമ്പോൾ ആ ഏലസ് പിടിച്ചിട്ട് അവിടെ നിർത്തി പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. എൻ്റെ പൊന്നു പിന്നെ ജപ്പൻ ആരോ വെച്ചേക്കാവ്. ഞാൻ ഇതൊന്നും പേടിച്ചിട്ട് തന്നെയില്ല. കൂടെ നിൽക്കണവർ എന്നാണ് ചെയ്യില്ല നിൽക്കല്ലേ. കൂടെ നിൽക്കണവർ അതിലും വന്ന പുല്ലാണ്. അത് ഈ ഉയരാണ് പുല്ല്. നമ്മുടെ വാഴച്ചാല് ഇറക്കത്ത് വെച്ചിട്ടാണ് ഈ സംഭവം. വാഴച്ചാല് കേട്ടില്ലേ? അതിൽ പുള്ളി രാമകൃഷ്ണൻ ചേട്ടന്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന വേറെ ഏതാനങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ആനയാണ് കുള്ളാട്ടുപുറം രാമേന്ദ്രൻ നല്ലതാണ്. അതിലും ഇഷ്ടമാണ് വരിക്കാശ്ശേരി ഗോപാലൻ. അതിലും ഇഷ്ടം കൂടി ആന ഭംഗിയില് പെരുങ്കുളാന. ദേശമേല അയ്യപ്പക്കുട്ടി നല്ല ആനയാണ്. വലിപ്പത്തിലും ഉണ്ട് ഭംഗിയിലും ഉണ്ട്. അത് ഭയങ്കര ഗുരുവായൂർ കേശവനാനെ വരെ മാറ്റി നിർത്തിയുള്ള ആനയാണ്. കോലത്തിന് കിഴൂര് കാർത്തികയ്ക്ക് കേശവനാന മാറിക്കൊണ്ടുവന്നു. അതോട് മുതൽ പോയിട്ടാ. പിന്നെ ഇവിടെ നിലയ്ക്കലുണ്ടായി ആന പോയി. അതിന് ഭഗവാൻ ചവിട്ട് കൊടുത്തു. ഉറക്കത്തിൽ ചോര വർദ്ധിച്ച് കിടക്കുന്നുണ്ട്. അത് ഭഗവാന്റെ കളിയാണ്. ആ അനുഭവമാണ്. അത് അനുഭവമാണ്. അത് പറഞ്ഞു കേട്ട കേൾവില്ല, നമുക്ക് അനുഭവമാണ്. മാറ്റി നിർത്താൻ കാരണം ആനയാണ് വലിപ്പത്തില്. അപ്പോൾ ഭഗവാൻ ഉറക്കത്തിൽ 2-3 പ്രാവശ്യം കാട്ടി തമ്പുരാനെ എനിക്കത് തരാൻ പറഞ്ഞിട്ട്. ഇപ്പോൾ അത് കൊടുത്തില്ല. ഗുരുവായൂരപ്പൻ ആവശ്യപ്പെട്ടു. സ്വപ്നത്തിൽ നമ്പൂരിയെ കാട്ടി എനിക്ക് ആ മുതൽ വേണമെന്ന്. അയാൾ കൊടുത്തില്ല. ഇപ്പൊ ശിവനാന പൂക്കോണ്ണാണ് ഇവിടെ കിട്ടാൻ കാരണം. പൂക്കോണ്ണ ഉറക്കല്ലാണ്ടാ. ഇയാൾ നെഞ്ഞത്ത് കയറി ഇരുന്നിട്ട് ചവിട്ടി കൂട്ടില്ലേ. അങ്ങനെയാണ് ഇതിങ്ങോട്ട് വന്നാലേ വരില്ലേ. 30 ലക്ഷം രൂപയ്ക്ക് മേലെ ചോദിച്ചു. ആര്? ജയറാം. മോഹൻലാൽ ചോദിച്ചു ഗുരുവായൂർക്ക് നടയിരുത്താൻ. അവരോട് എന്താ പറഞ്ഞ? പൂക്കോളാൻ നിങ്ങൾ ഇപ്പോൾ ബീച്ചിങ് പൗഡർ മുഖത്തിട്ട് ചാടിയിട്ടുള്ള കാശും കൊണ്ട് വന്നിട്ട് എന്നോട് വില പേശ കടത്തു കൊള്ളാമെന്ന് പറഞ്ഞു. ഇവർ രണ്ടാളോടും, മോഹൻലാലിനോടും പറഞ്ഞു, ജയറാമിനോടും പറഞ്ഞു. അപ്പോൾ വിധി ഇവിടെ ഇരിക്കുന്ന ആൾക്കാണ്. ഇയാളിത് മോഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങോട്ട് വന്നു. ഇവിടെ വന്ന് മുതൽ മൺമറഞ്ഞു പോയി. എന്നാലും അതിൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് ദുഃഖപ്പെടാത്ത ആൾക്കാരില്ല. ഈ പറഞ്ഞ എനിക്ക് വരെ ദുഃഖമുണ്ട്. മുതൽ പോയില്ല. നല്ലൊരു ആനയല്ലേ. അതേമാതിരി ഉളിയനാടാണ് അങ്ങനത്തെ ഒരു ആന. ഗോപാലകൃഷ്ണൻ പാർമേക്കാവര് മേടിച്ച ആന. അവര് 2 ആനയും കൂടിയാണ് മേടിച്ചത്. ഈ ആനയും കൂടി. ഈ ആന 25,000 ഉറുപ്പിയും 9 ആനയും കൊടുക്കാന്ന് പറഞ്ഞു. പൂരത്തിന് ഫ്രീ ആയിട്ട് 25,000 രൂപയും 9 ആനയും ഫ്രീ കൊടുക്കാൻ പറഞ്ഞു. ഈ ആനയ്ക്കൊരു നേരം കോലം കൊടുക്കാൻ. അതായത് പാർമേക്കാവില് രാത്രി. എന്നിട്ട് വരെ കോലം കൊടുക്കാത്ത ആനയാണ് ഇപ്പം മെയിൻ കോല എന്ന് വിളിക്കുന്നത് അല്ലേ. ഇപ്പം മെയിൻ കോല എഴുന്നള്ളിക്കുന്ന പപ്പനാവനല്ലേ. അപ്പോൾ അത് അന്ന് അവർ സമ്മതിച്ചില്ല. അപ്പോൾ ഇവർ 2 ആനയും കൂടി മേടിച്ചത് എന്താ വെച്ചാൽ എടുത്തി ഞൊണ്ടിക്കളിയിലെങ്കിലും അനീത്തി നല്ലതാണല്ലോ. അപ്പോൾ ഇത് അധികം ഞൊണ്ടി കളിച്ചാൽ അനീത്തിനെ പിടിക്കാന്നുള്ള കണ്ടീഷനിലാണ് അത് ചെയ്തത്. അതിപ്പോൾ എന്താ ചെയ്യുക, അവർക്ക് ഭാഗ്യക്കുറവുകൊണ്ട് അത് മൺമറിഞ്ഞു പോയി. ഗോപാലകൃഷ്ണൻ നല്ലൊരു ആനയായിരുന്നു. ഉളിയനാട് ഗോപാലകൃഷ്ണൻ. ആന ഞാൻ ഇവിടെ എഴുന്നള്ളിച്ച് വരുന്ന ഒരു ഭാഗം കണ്ടു. 3 ആനയിൽ. അത് നമ്മുടെ എന്തടകളൊക്കെ മകരം 1-ാം തീയതി കോട്ടപ്പുറം മുളക്ക് എഴുന്നള്ളിച്ച് പൊന്നം കൊമ്പ് പിടിച്ചിട്ട് ആ ഉള്ളിൽ നിന്ന് കോലം കയറ്റി വരുന്ന ഒരു ഭാഗം. അവൻ്റെ അമ്മൂ രോമൻ നീച്ച് വെക്കും. ഒരു 1-1.5 ആന തന്നെയാണ്. പിന്നെ കാട്ടയും തലയൊത്ത ചാന കഷ്ണം നുറുക്കിയപ്പോഴുള്ള ആനയല്ലേ. അത് സമ്മതിച്ചു കൊടുക്കാണ്ടില്ല. വരാനുള്ളതൊക്കെ കണ്ടറിയാം. ഇത് പോകാനുള്ളത് തന്നെ. ഇപ്പം ഞാനിപ്പോൾ ഇവനും കൂടി എന്ത് വഹിക്കുമ്പോൾ ഞാൻ എന്തുണ്ടെങ്കിൽ ഇപ്പം പിന്നോടെ പറയുള്ളൂ. അപ്പോൾ ഞങ്ങളൊരു ആനയെ പോയിട്ടുണ്ട്. അത് വരട്ടെ എന്ന് പറയും. ഇങ്ങോട്ട് പോരുമ്പോൾ അത് ഇന്ന ദിവസം പൂട്ടലാന്ന് പറയും. ഇന്ന ദിവസം പോവും. അത് ഉറപ്പാ. എൻ്റെ നാവിൻ്റെ അല്ല, നമുക്ക് അതിൻ്റെ ലക്ഷണം അറിയാം. അടിയാട്ട ആനയെ കാണാൻ പോയി ഞാനും അക്കാണ്ടി പണിയാണ്ടിനും കൂടി. അപ്പോൾ അക്കാണ്ടി പണിയാണ്ട് പറഞ്ഞു ഞാനില്ല അതിൻ്റെ ഉള്ളിലേക്ക് 16 വാച്ചന്മാരെ കണ്ട്. എന്നാൽ ഈ പമ്പിൻ്റെ അവിടെ ഒന്നോ ഞാൻ പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ പോയി ആനയെ കണ്ടു വർത്താനൊക്കെ പറഞ്ഞു. ആനക്കാരായിട്ട് സുന്ദര സാറിനായിട്ട് കണ്ട് സംസാരിച്ചുകൊണ്ട് പോന്നു. അപ്പോൾ അക്കാണ്ടി പണിയാണ്ടൻ അടിച്ചു. അപ്പോഴത്തേനും പോയിട്ട് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഇനിയുണ്ട് എന്ന് പറഞ്ഞു. അഞ്ഞ് കൈ കൊട്ടിയാൽ മതി പറഞ്ഞു. ദിവസമായി എന്ന് പറഞ്ഞു. 9-ാം ദിവസം ഇടും. അത് പോയി. ഞാൻ എന്തെങ്കിലും അവനോട് പറയും, സ്ഥലത്തിനോട് പറയും. എവിടെ പോയി എന്ത് പറ്റിയാലും എന്തെങ്ങനെയുണ്ട് അത് വലിയ ഗുണമില്ലടാ എന്ന് പറഞ്ഞാൽ അത് ഗുണമില്ല. അപ്പോൾ അവന് മനസ്സിലാവും അവര് ഇതായിട്ടുണ്ടെന്ന്. ബോധമുള്ളവനെ മനസ്സിലാക്കും. ആശാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റെഡി തന്നെ ആവും. അത് കൈ വെച്ചറിയാന്ന്. ഒരു ആനയുടെ ശരീരത്തിൽ കൈ വെച്ചറിയാം. പോവാനുള്ളതായാലും കിട്ടാനുള്ളതായാലും.
ഇങ്ങോട്ടുള്ള അങ്ങോട്ടുള്ള അങ്ങനെ ചിലർ പറയില്ല അറ്റാക്കാണ് അറ്റാക്ക് തന്നെയാണ് അറിയിക്കേണ്ടവരെ അറിയിച്ചാലോ ചിലപ്പോൾ രക്ഷപ്പെടും ചിലപ്പോൾ 90 ശതമാനം പോയിന്നും വരും അങ്ങനെയുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ കേസ് കിട്ടാതൊന്നും പറയാൻ പറ്റില്ല പക്ഷെ എനിക്ക് അഭിനയം അറിയില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഈ ആന മരിച്ചു അയാളുടെ മുഖത്തൊരു ദുഃഖം കാണാൻ ഞാൻ തന്നെ ദുഃഖിക്കുന്നു നമുക്ക് ഉണ്ടായില്ലെങ്കിലും ചടപട നമ്മുടെ കാര്യം നമ്മൾ മുല്ലയ്ക്ക് ബാലകൃഷ്ണനെ അവിടെ നിന്ന് അനുസരിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായി ആന കണ്ടിട്ട് അറിഞ്ഞിട്ടാണ് ഞാൻ അതിൻ്റെ അടുത്തേക്കൊന്നും പോയില്ല എനിക്ക് മനസ്സിലായിൻ്റെ അവിടെ കേട്ടപ്പോൾ നീ ഇവിടെ ഉണ്ടല്ലേ വളരെ വേലയ്ക്ക് ഇവിടെ ആദ്യമായിട്ട് വന്നത് ആ ഇവിടെ വന്നു ആന ആ കൊല്ലം തൃശ്ശൂർ പൂരത്തിന് വരുമെന്ന് പറഞ്ഞാൽ അതൊന്നും വന്നില്ലേ അന്ന് ഏഴാന പഞ്ചായത്തിൽ എന്ന് വിളിച്ചു ഏതൊക്കെ ആന വെച്ചിട്ടുണ്ട് രാമദാസ് ഈരാട്ടുപേട്ട ആന മാവേലിക്കര ഉണ്ണികൃഷ്ണൻ മലയാളപ്പുഴ രാജൻ ഈ ആന നമ്മുടെ നന്ദിലത്ത് പപ്പനാഭൻ തിരിഞ്ഞുപോയി ആന കുട്ടമേര രാമദാസ് പറഞ്ഞു രാമദാസ് ഗുരുവായൂർ ഈ ആന സിദ്ധാർത്ഥ ഏഴാനയുടെ എന്ന് വിളിച്ച് കണ്ണാ പറ്റൂ ആ കൊല്ലം പാമ്പാടി ആന ഒഴിവാക്കിയ കൊല്ലം വലത്തെ കൂട്ടി ഞാൻ കയറുന്നു ഏതാര വന്നാലും വേണ്ടില്ലേ ഞാൻ വലത്തെ കൂട്ടി കയറുന്നു ഈരാട്ടുപേട്ട എനിക്ക് കോലം ഇടത്തെ കൂട്ട് മാവേലിക്കര ഉണ്ണീഷ എൻ്റെ കൂട്ട് മലയാളപ്പുഴ രാജനാണ് അതിൻ്റെ പുറം കൂട്ട് ഗുരുവായൂർ സിദ്ധാർത്ഥ അതിൻ്റെ അപ്പുറത്ത് നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ അല്ല ഗോപാലകൃഷ്ണനല്ല നന്ദിലത്ത് പപ്പനാഭൻ അന്ന് രാജുവാണ് ആനക്കാരൻ രാജു വൈക്കം രാജുവാണ് ആന പെരുമ്പണ്ടാറം തന്നെയാണ് നല്ല ഭംഗിയുള്ള ആനയാണ് ഗുരുവായൂർ അമ്മൂട്ടി ആന എന്താ അറ്റത്ത് മോശം അടിപൊളി തന്നെയല്ലേ ഉണ്ണിയാർന്ന ആനക്കാരൻ അങ്ങനെ ഏഴാന പഞ്ചായത്തിനെ എന്ന് വിളിച്ചു തൃക്കൂർ രാജൻ്റെ ആദ്യത്തെ മത്തള പ്രമാണമായിട്ട് വന്ന കൊല്ലം ആ കൊല്ലം അയാൾ പുതിയ ലിപി പതികാലം കൂട്ടി ആകെ കൊളാക്കി പഞ്ചായത്ത് പുതിയ ലിപിയിൽ കൊട്ടിയിട്ട് അയലക്കന്നെ നിച്ചല്ലേ എവിടുന്ന ഇതിൻ്റെ കാലം കൂട്ടേണ്ടെന്ന് വെച്ചില്ല ആൾ കൊട്ടി ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ടി വിയിലൊക്കെ വിട്ടു പുതിയ മോഡൽ പതികാലം എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും കേൾക്കാൻ വന്നു തുടങ്ങിയ വയ്ക്കുന്നത് ഇയാളിതിൻ്റെ അടിസ്ഥാനമുള്ള കൊട്ടൊക്കെ മറന്നു പിന്നെ അവിടെ ഇവിടെയായി തട നീ എഴുതിയ പാട്ടിൻ്റെ വരി മറന്ന പിന്നെ എങ്ങനെയാണ് പാടാൻ പറ്റുക നീ എഴുതിയ പാട്ട് അതിൻ്റെ തുടക്കം ശരി പിന്നെയുള്ള അടികൾ നീ മറന്നെന്താ ചെയ്യുക അതുപോലെ പിന്നെ ആ പതികാലം എവിടെയും കൊട്ടിയിട്ടില്ല അതുകൂടി അത് കുഴി കുത്തി കുഴിച്ചിട്ടു ആള് മരിച്ചു പോയി രാമേഷേട്ടൻ ഇന്നും കയറിയിട്ടുള്ള ആനകളിൽ ഇപ്പോഴും ഒന്നും ഓർത്തിരിക്കാൻ പറ്റിയ ആന അതാ ഒന്ന് കുറച്ച് സ്നേഹം കൂടുതൽ തോന്നിയിട്ടുള്ള അത് രാമദാസാണ് നമ്മുടെ പിന്നെ നാരായണൻകുട്ടിയാന സ്നേഹം അതേമാതിരി തിരുപ്പതി ആന രാജ നല്ലൊരാനയാണ് ചട്ടക്കാരനോട് ആത്മാർത്ഥമുള്ള ആനയാണ് ഇടച്ചട്ടക്കാരനുണ്ട് ഇല്ലായല്ല അയച്ചു കൊണ്ടുപോകാനെന്നാണ് സമ്മതിക്കില്ല നമ്മൾ കൂടെ വേണം സമ്മതിക്കില്ല അതുപോലെ ഈ കുട്ടംകുളങ്ങര രാമദാസാനി ചട്ടക്കാരെടുത്തുണ്ടായാൽ മതി ഇടച്ചട്ടക്കാരനെ എന്ത് വേണമെങ്കിൽ ചെയ്യാം വഴി അടിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ പിന്നിലുണ്ടായാൽ മതി കുഴപ്പമില്ല അങ്ങനെ നോക്കുക നമ്മളെ പിന്നിലില്ലേന്ന് ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കുരുത്തക്കര ഒപ്പിക്കും ഒന്നല്ല അവിടെ നിൽക്കാനും മൂത്രമൊഴിക്കാൻ കാലൊക്കെ ആവശ്യം കയറി പോകാൻ പറയുമ്പോഴാണ് ആന തിരിയുക അപ്പോൾ ഓടിക്കാൻ മതി രാമകൃഷ്ണേട്ട അപ്പോൾ അന്ന് കാലത്ത് ഈ കുട്ടംകുളം രാമദാസിന്റെ കാര്യം പറഞ്ഞല്ലോ ആന ഈ തൃശ്ശൂർ പൂരത്തിൽ എഴുന്നള്ളിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു കൊമ്പ് പുറത്തുള്ള ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു അത് മറ്റേ കോതര ചന്ദ്രശേഖരനാനായിട്ട് കുത്തുകൂടിയതാ അന്നാ എനിക്ക് നീരുകാലത്ത് കിട്ടലില്ല നീരുകാലം പൂരം കഴിഞ്ഞിട്ട് അയ്യപ്പൻ എന്ന് പറഞ്ഞാണ് ചന്ദ്രശേഖരൻ ചന്ദ്രശേഖരൻ അല്ല അയ്യപ്പൻ കോതര അയ്യപ്പൻ എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ ആനയാണ് ആന അന്ന് കാഞ്ഞിരശ്ശേരി രാമകൃഷ്ണനാണ് അതിൻ്റെ ചട്ടക്കാരൻ സുന്ദരജന്തി അങ്ങനെ ആന കുത്തി ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞപ്പോൾ ഞാൻ എരുമൊരു സിംഹം കൂടിയിട്ട് നിന്നിട്ട് ഇങ്ങനെ പൂരം കാണേണ്ടതല്ല ഈ ആന ചെയ്തത് അങ്ങനെ ഞാൻ കയറി ചെന്ന് ആനയെ പിടിച്ചു പാട്ടുകാരൊക്കെ അയച്ചു MG സിംഹനെ മോളിൽ കയറിയപ്പോൾ ഒരു ആനക്കാരൻ കത്തി നിർത്തിയിട്ട് വരുന്നുണ്ട് ധനലക്ഷ്മി ബാങ്കിൻ്റെ അത് എൻ്റെ അമ്മ അത് കണ്ടോടുകൂടി എൻ്റെ ബോധം പോയി ആ പുണ്ണി മരിച്ചുപോയ അർജുനാനെ വന്ന പുണ്ണി കത്തി ഇങ്ങോട്ട് നില്ലാനി എന്ന് പറഞ്ഞിട്ട്
ഒരൊറ്റ ചവിട്ടോടൊക്കെ തോന്നിക്ക് ഞാനൊന്നും ഉണ്ടാകാൻ പോയില്ല. അപ്പോഴത്തേനും മൂന്നേട്ടൻ വന്നിട്ട് പറഞ്ഞു, ഏയ് അപ്പണി ആനയെ പിടിച്ചു നിർത്തി തലയേട്ടയച്ചൊക്കെ ഞാൻ അതുകൊട്ടെ അപ്പം വന്നപ്പോൾ ആനയാണ് കൊടുത്ത ഇവരാനെയും കൊണ്ടുപോയി. എനിക്കിപ്പോൾ അവൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ആനയെ കാണാൻ ഇങ്ങനെയുള്ള ഗോഷ്ഠികൾ കാണുമ്പോൾ നമുക്കിത് എനിക്കിത് പെട്ടെന്ന് ദേഷ്യം വരും. കത്തി കൊണ്ടുവന്ന കത്തി കൊണ്ട് നിർത്തി പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ പൊന്നെ ജപ്പന ആരോമച്ചേക്ക വരെ അത് ഗംഭീരം കൂടിയാണ്. അതിന്റെ കഥകൾ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മയില്ല ചിങ്ങ പിടികൂടിയ ആളെ കൊള്ളടിക്കും. കൂടെയുള്ളവരെ കൊല്ലുവാൻ കൂടെയുള്ളവരെ കൊണ്ട് ചട്ടക്കാരനൊന്നും ചെയ്യില്ല. ചട്ടക്കാരൻ ആ സമയത്ത് അരുതെന്ന് പറഞ്ഞാൽ മാത്രമേ ചട്ടക്കാരനെ കൊല്ലുള്ളൂ. അരുതെന്നൊരു വാക്ക് നമ്മുടെ വായിൽ നിന്ന് വരാൻ പാടില്ല. അച്ഛനെ കൊല്ലുകയാണ് ശരി, അമ്മേനെ കൊല്ലുകയാണ് ആ ഭാഗം ചിന്തിക്കരുത്. കൊന്നിട്ട് ആന കൊമ്പ് നമ്മുടെ കയ്യിൽ കൊടുത്തിരും. അവനെ പിടിച്ചിട്ട് മെല്ലെ മിണ്ടാതെ പോവുക. അല്ല അവിടെ നിന്നിട്ട് എന്താനെ കാണിച്ചതെന്ന് ചോദിച്ചാൽ നമ്മുടെ പരിപാടി തീർത്തു. ചോദിക്കുന്നതിൻ്റെ മുമ്പാട് വാരി എടുത്ത് പോകുമ്പോഴത്തേക്ക് അത് 10-32 ആളെ കൊന്നാനെ. ഇല്ല, ഞാൻ അധികം നാളൊന്നും കയറിയില്ല, കുറച്ച് നാള് പറയാനൊന്നുമില്ല. ഞാൻ ഒരിക്കലും ആന ബാലുശ്ശേരി ചെട്ടിയാർ ബാലസുബ്രഹ്മണ്യം ചെട്ടിയാർ മേടിക്കലൊക്കെ ഒപ്പായി. അക്കിക്കാവ് പൂരം കഴിഞ്ഞ് പിറ്റേ ദിവസം അവിടെ കൊണ്ടാക്കി കൊടുക്കുന്നു. അന്നും ലോറിയില്ലല്ലോ വഴിയടിച്ചു കൊണ്ട് 3 ദിവസം കൊണ്ട് അവിടെ എത്തി. കോഴിക്കോട് കൊണ്ടുപോയി കെട്ടി കൊടുത്തു. അയാളുടെ അമ്പലം ഉണ്ടല്ലോ, അവരെ തറവാട്ട് അമ്പലത്തിൽ ഒന്ന് ചുറ്റുവിളക്ക് ഉണ്ടായിരുന്നു, അതേന്ന് വിളിച്ചു. അപ്പോഴാണ് അയാൾ അമ്മയും പെങ്ങളും ഭാര്യയൊക്കെ വന്നിട്ട് പറഞ്ഞു രാമകൃഷ്ണനെ അടക്കം ആനയെ മേടിച്ചു. അയ്യോ ഞാൻ നിൽക്കില്ല എന്നൊന്നും. അവർ അവിടുത്തെ എൻ്റെ ശിഷ്യ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. ശിഷ്യ എന്ന് പറയാൻ പറ്റില്ല, അവൻ ഒരുപാട് ആനയമേ നിന്നല്ല. അപ്പോൾ ഒക്കെ ആശാനയെന്നല്ലേ വിളിക്കുന്നത്. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. അവനാണ് ആന കച്ചവടം. നിലമ്പൂക്കാരൻ അമരമ്പലത്തേരെ ഒരു ചെക്കണ്ടായിരുന്നു രാധാകൃഷ്ണൻ, അവനാണ് കച്ചവടം. അപ്പോൾ ആനെ കയറിക്കോട്ടെ എന്ന് വെച്ചു. അതിനെന്താ നീ ഇതുമ്പോൾ കൂടെ തന്നെ ഞാൻ്റെ എല്ലാ ചടങ്ങും നിനക്കറിയാമല്ലോ, അപ്പം അതല്ലേ സുഖം. അളവ് ഈ ആന ശിവസുന്ദരൻ്റെ മാതിരി ആനയാണ്. അത്രയും കലിയും ഭംഗിയുള്ള ആനയാണ്. പോട്ടത്തിൽ ചത്തിറങ്ങണുണ്ട ഏതോ അവൻ്റെ ഹൃദയം ഇടിക്കും. അതിൻ്റെ കൊമ്പും തലയും കണ്ടാൽ മതി, വേറെ ഒന്നും കണ്ട. അത്ര സൂപ്പറായിട്ട് KKP മാധവനാന പഴയ കാലത്ത് അതിൻ്റെ ഒരു 10-18-20 വയസ്സിൽ KKP മാധവനാന കുപ്പിൽ കയറിയ ക്രെയിൻ വേണ്ടാണ് ശാസ്ത്രം. അതുപോലെ 2 ലോഡും വണ്ടിയോട് കൂട്ടി വെച്ചതാ. മുതലാളിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആനക്കാരനെ ആയിരുന്നു. അയാളെ ആനയെ കൊന്നു, ദേവനെ. ആന കൊന്നപ്പോൾ കോഴിക്കോട്ടുകാരനാണ് ദേവൻ എന്ന് പറഞ്ഞ ആൾ, എൻ്റെ ചട്ടക്കാരൻ. കോഴിക്കോട്ടുകാരനാണ് ദേവൻ. അവനെ ആന കൊന്നു കണ്ണൻകുഴി കൂപ്പിലിട്ടിട്ട്. അയാളുടെ തന്നെ കൂപ്പ്, അരെ ഈ ഉടമസ്ഥൻ്റെ തന്നെ കൂപ്പ്. 2 ലോഡും വണ്ടി അടക്കം കൂട്ടിയാണ് കെട്ടി. ഇങ്ങോട്ട് പിടിച്ചില്ലെങ്കിൽ അയാൾ തോക്ക് നിറച്ചിട്ടാക്കണ് ആനയെ വെടിയേക്കാൻ. ഉടമസ്ഥൻ ഈ 2 വണ്ടി പിടിച്ചാൽ റോഡിലേക്ക് കയറ്റി വെച്ചവിടെ ആളെ കരഞ്ഞു. തോക്കിൻ്റെ ഒറ്റ മടക്ക ആള് പോയി. അതിൽ അന്ന് കൊല്ലും മാധവനാനെ. 12 കൊല്ലം മുകളിലിരുന്ന് പണിതിട്ട് പെരുമ്പാവൂർ ഡിപ്പോയിൽ ഇറങ്ങി പോകുമ്പോൾ പൊക്ക മാധവാന്ന് പറഞ്ഞത് അമരത്ത് തട്ടിയിട്ട് ഒറ്റടിയാ ആനയുടെ പെരുന്നാകം വയറ്റി കൂടെ കയറിപ്പോയി. അളിയനാ. അപ്പം സ്വന്തം അളിയൻ കുഞ്ഞ് ആനയുടെ നട തൊട്ട് നിൽക്കുന്നുണ്ട്. അളിയനാണ് കൊന്നത്. അവൻ്റെ ഭാര്യയുടെ ആങ്ങളേനാണ് ആന കൊന്നത്. അവൊന്നും മിണ്ടിയില്ലേ? മിണ്ടിയവനെ കൊല്ലില്ലേനാ. 12 കൊല്ലം കൂടെ നിന്നിട്ട് ആന വിറ്റിട്ട് കുന്നോളം മനക്കിലിക്കാരും മേടിച്ചു. അപ്പോൾ ആനയുടെ മുകളിൽ നിന്ന് ഇറങ്ങി പോവാണ് പെരുമ്പാവൂരിട്ട് പോകുന്നത്. പൊക്കോട്ടെ മാധവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ തട്ടിയതാ ഇറങ്ങിയിട്ടാ. അപ്പോൾ ഇറങ്ങിയിട്ടാണ് പോയാൽ മതി. ആ തട്ടിയത് തന്നെ ഓർമ്മയില്ല. ആ ഒന്നും ചട്ടക്കാരൊന്നും മിണ്ടിയില്ല. അളിയനെ ആന കൊല്ലുമ്പോൾ ഏലസ് പിടിച്ചിട്ട് അവിടെ നിന്നു. ഒന്നും മിണ്ടിയില്ല. പിണ്ടിയവരെ കൊല്ലാനേ അവനാനയുടെ ചടങ്ങറിയാലോ. അതാണ് മാധവനാന. മാധവനാന വെളുപ്പല്ല. അതിന് വെടിവെച്ച് കൊന്നു. ഫോറസ്റ്റ് ഒരു ഒറ്റ ദിവസം 7 ആളെ കൊന്ന്. ഫോറസ്റ്റ് റേഞ്ചറ് 7ാമത്തെ ആള് 7 ആളെ കൊന്നു. 3 ആനക്കാരെയും 2 മെസ്റ്റർ പണിക്കാരനെയും 2 പെണ്ണുങ്ങളെയും ഒരു ഫോറസ്റ്റ് റേഞ്ചർ 7 ആളെ ഇടും. അപ്പോൾ കച്ചി മിക്കുണ്ട്. ഫോറസ്റ്റുകാർ വെടിവെച്ചാൽ കൊന്നു. അതിപ്പോഴും കേസാണ്, വിധിയ കേസ് നടക്കുകൊണ്ടിരിക്കുന്നു ഫോറസ്റ്റുകാർക്കെതിരെ. ലെറ്റർ ഓർഡറില്ല, ഉടമസ്ഥൻ്റെ അധികാരമില്ലാണ്ടല്ല ആനയെ വെടിവെച്ച് വന്നത്. അപ്പോൾ അവർക്കൊരു ആനയുണ്ട്. എന്താ അതിൻ്റെ പേരെന്ന് വെച്ചാൽ ഇവർക്ക് അറിയുള്ളൂ. ഏതര കോഴിക്കോട് ഒരു ആനയുള്ളത് ബാലനാരായണനാ,
ശിവനാരായണ ബാലദേവ് അതന്നെ. അപ്പം അവർക്ക് ആ ഒരു അനിയുണ്ട്. ഞാൻ ചെന്നപ്പോൾ മാധവനാൻ്റെ ഫോട്ടോ ഇരിക്കുന്നുണ്ട് അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ. ആ ചക്കരൊന്നും എന്നെ അറിയില്ലേ. മിക്കാനെ കണ്ടപ്പോൾ മനസ്സിലായി മാധവനാനെന്ന്. ഞാൻ കൊണ്ടുകൊടുത്തുള്ള ഫോട്ടോ ആണ്. ഞാനൊന്നും പേടിച്ചിട്ട് തന്നെ കൂടെ നിൽക്കണവർ ഇന്നാണ് ചെയ്യില്ലെന്ന് എനിക്കറിയാം. കൂടെ നിൽക്കണവർ അതിഥി വന്നാൽ കൊല്ലുവാനാണ്. മൂന്നാമത്തെ ആള് ബസ് കയറി പോവുക. എവിടെയെങ്കിലും പോയി പട്ട വെട്ടി വെച്ചാൽ റോട്ടിൽ നിൽക്കുക. ആന ഓടിച്ചെടുത്ത് നിങ്ങളെ കിട്ടരുത്, അവിടെ നിൽക്കാവോ. അങ്ങനെ പട്ടണടുത്ത് നിന്ന് ആന വന്ന് പെട്ടെന്ന് മുമ്പിൽ വെച്ചാൽ അപ്പം പോലെയാണ്. ഒന്നും പറയാൻ പറ്റില്ല എന്നോട്. മുകളിൽ നിന്ന് പെട്ടെന്ന് ആളെ ഇറക്കാൻ കുളത്തിൻ്റെ ശേഷം ഇറക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാൻ മുട്ടിയ തെങ്ങിൻ്റെ ഓല മൂത്തിട്ട് മുകളിലേക്ക് കൊടുക്കുക. അത് തുമ്പും ചെത്തുക. എന്നിട്ട് ഈ സാധനം എടുത്ത് അരിക്ക് വയ്ക്കുക. പേളപ്പുറത്ത് ഇരുന്നിട്ട് മൂത്രം ഒഴിക്കുക ആരില്ലാത്തവർക്ക്. അല്ലെങ്കിൽ പോലെയാതാ. ഒരു ആന പറക്കത്തിൽ അതിനെ കൊണ്ടുവരുന്നില്ല. കണ്ണിൽ എണ്ണ വെച്ചിട്ടിരുന്നു. ഇന്ന് നാട്ടുകാരൊന്നും ചെയ്യില്ലാനാ. അടുത്തുകൂടെ ആൾക്കാർ പോകും. അതൊന്നും ചെയ്യില്ല. പെട്ടെന്ന് അറിയാണ്ട് ഒരാൾ ചെന്ന് തൊടുക. അതൊന്നും ആന കടന്നടിക്കൊന്നുമില്ല. ഒന്നും ചെയ്യില്ല. ആനക്കാരായിട്ടുള്ള ആൾക്കാർ. കരിയന്തല രണ്ടാളെ കൊന്നു തന്നെ കടന്നുറങ്ങുന്ന ആൾക്കാരെ ചവിട്ടിക്കുട്ടിയതാണ്. അന്ന് 3 ആളെ കൊന്നുല്ലോ. ആനക്കാരനെ അർപ്പയിലെന്ന് പറഞ്ഞ ആളെയും കൊന്നു, ഒരമ്മേനും മോളേനും. അവർ കിടന്നുറങ്ങായിരുന്നു. പായ ഇട്ടിട്ട് പായയുടെ മോളിൽ കൂടെ ഒരു പായ കൂടി പിരിച്ചിട്ട് കിടക്കായിരുന്നു. ആന ഇയാളെ ഓടിച്ച് വരുന്ന വലിയ ചവിട്ടിക്കുട്ടി കൊന്നു. ഒന്ന് പരിഹാരം ഞാൻ തന്നെ ആനക്കാരൻ. അയാളെ 4 ആളെ കൊന്നുണ്ട്. ഒരു പാണഞ്ചക്കനെ കൊന്നുണ്ട്. ഭയങ്കര ആനയത്. അവനെ കൊല്ലാൻ കാരണം എന്ന് വെച്ചാൽ അവൻ രക്ഷപ്പെട്ടതായിരുന്നു. അപ്പോൾ ഈ നമ്മൾ ഈ അടിക്കുന്ന പുല്ലില്ലേ, പുല്ലും ചൂല് എന്ന് പറഞ്ഞിട്ട് മിക്കവനില്ലേ, അത് ഈ ഉയരാണ് പുല്ല്. നമ്മുടെ വാഴച്ചാല് ഇറക്കത്ത് വെച്ചിട്ടാണ് ഈ സംഭവം. വാഴച്ചാല് കേട്ടില്ലേ, അതിൽ പുള്ളി. അപ്പോൾ ആന ഒരു താങ്ങ് പട്ടയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇവനോട് മെല്ലെ വന്നാൽ മതി എന്നാണ് ഇയാൾ പറഞ്ഞത്. ആര് ചട്ടക്കാരൻ മുകളിൽ ഇരുന്നിട്ട്. ഇവൻ കേട്ട ഇങ്ങോട്ട് പോരേന്നാ. അപ്പോൾ ചെന്നോടുകൂടി തിരിഞ്ഞു ഓടിച്ചിട്ട് പിന്നെ കയ്യിൽ കിട്ടിയില്ല. എനിക്ക് ആകെ പ്രയാസമായി. പട്ട റൂട്ടിലിട്ടിട്ടാണ് ഇപ്പം ഇറങ്ങി ചെന്നു, കിട്ടിയില്ല. അപ്പം ആനകത്ത് ഇങ്ങനെ കയറി വരുമ്പോൾ പിന്നെ പുല്ല് കാട്ടി നിന്ന് ആശാനെ കഴിക്കണ്ടല്ല, ഞാൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇറങ്ങി ചെന്ന് ഇഞ്ഞി എടുത്തു തന്നെ. അതിൻ്റെ പരിപാടി അപ്പം കഴിച്ചു. എന്നിട്ട് ഇയാളൊന്നും ചെയ്തില്ല. ആന കൊന്നിട്ട് കൊമ്പ് നമ്മുടെ വില കൊടുന്ന് വരുമാനം ഒന്നും ചെയ്യില്ല ചേട്ടക്കാരനെ. അത്ര വിശ്വാസമാണ് എനിക്ക്. എന്ത് കുരുടാൻ കൊടുക്കുക ചട്ടക്കാരൻ കൊടുത്ത മേടിച്ചിരുന്നു. അല്ലാണ്ട് കൂടുതലുള്ളവർക്കൊന്നും ആ പരിസരത്ത് വരാൻ പറ്റില്ല. ചട്ടക്കാരന് പിന്നെ അത് കഴിഞ്ഞിട്ട് പിടിച്ചു കൊണ്ടുപോലെ എത്ര ആളെ കൊന്നോട്ടെ, ധൈര്യമായിട്ട് ചട്ടക്കാരനെ കയറി കൊമ്പ് പിടിക്കുക. ആനേണ്ടി പോരും, ഒന്നും ചെയ്യില്ല. പയക്കരുതിട്ടാ. നമ്മള് കൊമ്പുമ്പോ പിടിക്കുമ്പോ ആനയ്ക്ക് അറിയാലോ. ആനയുടെ അടുത്തേക്ക് കയറി ചെല്ലുമ്പോ ആന എല്ലാ കാര്യം ആശ്രയിച്ച് കൂടെ ആരും വരാഞ്ഞാൽ മതി. ഒറ്റയ്ക്ക് കൊണ്ടേ കെട്ട് വെള്ളം കൊടുക്കേ മോട്ടർ അടിക്കേ എന്ത് പറഞ്ഞു ഒരു കുഴപ്പം. ചട്ടക്കാരൻ വേണമെന്ന് മാത്രമേ ഒരാൾക്കുള്ളൂ. അത് കയറിയിൽ നിയമനത്തരത്തിൽ വിജയിച്ചത് പുലിയന്നൂർ പാടെന്ന് പറഞ്ഞ എൻ്റെ ഗുരുനാഥനാ. അയാൾ മാത്രമേ മുകളിൽ കയറി പണിതിട്ടുള്ളൂ. മുകളിൽ കയറിയിട്ട് വഴിയടിച്ചിട്ടുള്ളൂ. വേറൊരു ചട്ടക്കാരനും മുകളിൽ കയറിയത് ഈ പരിഹാരം ചന്ദ്രൻ എന്ന് പറഞ്ഞ ആളാണ്. അയാളെ മുകളിൽ വെച്ചിട്ട് തന്നെ ഈ 4 ആളും ചത്തത്. കയറാൻ പാടില്ല. അത് കയറി വിജയിച്ചിട്ടുള്ള ആള് ബാലഞ്ചേട്ടൻ മാത്രം. പുലിയല്ല ആനക്കാരില്ല, രാജാവ് തന്നെയാണ്. അത് നമ്മൾ അംഗീകരിച്ച് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ തൊഴിലൊന്നും നമ്മുടെ കയ്യിലില്ല കേട്ടോ. നേരെ ഒരു കോലുകൊണ്ട് 1 മാസം നിന്നിടിക്കുക, അത് നമുക്ക് പറ്റും. കഴിവുള്ള വ്യക്തി തന്നെയാണ്. പക്ഷേ ഞങ്ങൾക്ക് മുട്ടൊക്കെ അറിയാം, ഇന്നോർത്തെ മുട്ട എന്നൊക്കെ. അതൊക്കെ കണ്ട് മനസ്സിലാക്കി ഞങ്ങളും കൊടുക്കും ഓരോന്ന്. പിഴയ്ക്കൊന്നും ഇല്ല ഇടി.